ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അറിവിൻ്റെ വാതായനങ്ങൾ. ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കാറുണ്ട്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഗ്രാഹികളുടെ എണ്ണം എന്തിനെ സ്വാധീനിക്കുന്നു? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കാറുണ്ട്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളാണുള്ളത്. ഇനി നമ്മൾ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയമാണ് കണ്ണ്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണുകളുടെ സംരക്ഷണം. എങ്ങനെയാണ് കണ്ണുകളുടെ സംരക്ഷണം എന്നാണ് നമ്മൾ നോക്കുന്നത്. തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടരം എന്നതാണ്. അപ്പം നേത്രകോടരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തലയോട്ടിയിലെ കുഴികളെ അറിയപ്പെടുന്ന പേരാണ് നേത്രകോടരം. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. അപ്പം നമ്മുടെ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. പൊടിപടലം, വിയർപ്പ് എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികമാണ്. അപ്പോൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാരാ? ബാഹ്യ കൺപേശികളാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പൊടിപടലം, വിയർപ്പ് എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികമാണ്. കണ്ണിനെ പടലത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് കൺപീലികളാണ്. അപ്പോൾ പൊടിപടലം, വിയർപ്പ് എന്നിവയിൽ നിന്ന് പുരികം സംരക്ഷിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ പൊടിപടലത്തിൽ നിന്നും സംരക്ഷിക്കുന്നതാരാണ്? കൺപീലികളാണ്. പൊടിപടലം, ബാഹ്യക്ഷതം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് കൺപോളകളാണ്. അപ്പോൾ പൊടിപടലം, ബാഹ്യക്ഷതം എന്നിവയിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ കൺപോളകൾ ആണ്. പൊടിപടലത്തിൽ നിന്നും ബാഹ്യക്ഷതത്തിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നത്. കൺജങ്ക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. അപ്പം നമ്മുടെ നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത് ഒരു ശ്ലേഷ്മമുണ്ട്. ആ ശ്ലേഷ്മം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ കൺജങ്ക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം എന്ത് ചെയ്യുന്നു? നമ്മുടെ നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് എന്താണ്? അതാണ് കണ്ണുനീർ. നമുക്കറിയാം, നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കും കണ്ണുനീർ. അതുപോലെ കണ്ണിനെ എപ്പോഴും നനവുള്ളതാക്കി തീർക്കുന്നത് ആരാണ്? കണ്ണുനീരാണ്. രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണുനീരിൽ അടങ്ങിയ എൻസൈമാണ് ഏത്? ലൈസോസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈസോസൈമിൻ്റെ ജോലി എന്താണ്? നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം, ലൈസോസൈം എന്ന് പറയുന്നത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ്. ഈ എൻസൈമിൻ്റെ ജോലി എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണുനീരിൽ അടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. അപ്പോൾ നമ്മുടെ കണ്ണിലുള്ള രോഗാണുക്കളെയൊക്കെ ആര് നശിപ്പിക്കുന്നുണ്ട്? ഈ എൻസൈം, അതായത് ലൈസോസൈം എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് കണ്ണിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ് നമ്മളിനി പഠിക്കുന്നത്.
അതിലൊന്നാമത്തേതാണ് ദൃഢപടലം. ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം ചെയ്യുന്നത്? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. അപ്പോൾ ദൃഢപടലം എന്ത് ചെയ്യുന്നു? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള പാളിയാണ് ദൃഢപടലം. യോജക കലയാൽ നിർമ്മിതമാണ്. അപ്പോൾ ഈ ദൃഢപടലം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യോജക കലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ദൃഢപടലത്തെ അല്ലെങ്കിൽ സ്ക്ലീറയെ. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നു കോർണിയ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. അപ്പോൾ കോർണിയ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ദൃഢപടലത്തിലാണ് കാണപ്പെടുന്നത്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഏത്? കോർണിയ എന്ന് പറയുന്നത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? ഈ കോർണിയയാണ്. അപ്പോൾ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് ഏത്? കോർണിയ. അടുത്ത് നമ്മൾ പറയുന്നത് കൺജങ്ക്റ്റൈവയെക്കുറിച്ചാണ്. എന്താണ് കൺജങ്ക്റ്റൈവ ചെയ്യുന്നത്? ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റൈവ. അപ്പോൾ കൺജങ്ക്റ്റൈവ എന്താ ചെയ്യുന്നത്? കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കാണപ്പെടുന്ന ഭാഗങ്ങളെ എന്ത് ചെയ്യുന്നു? ആവരണം ചെയ്ത്, കോർണിയ ഒഴികെ മറ്റ് ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്തരമാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. രക്തപടലം. അടുത്ത് നമ്മൾ പറയുന്നത് രക്തപടലം അഥവാ കൊറോയിഡ് ആണ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. അപ്പോൾ നമുക്കറിയാം കണ്ണിന് പ്രധാനമായിട്ടും 3 പാളികളാണുള്ളത്. അതിലൊന്നാമത്തതാണ് നമ്മൾ പറഞ്ഞത് ദൃഢപടലം, രണ്ടാമത്തത് രക്തപടലമാണ്. അപ്പോൾ രക്തപടലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. അപ്പോൾ രക്തപടലം പേര് കേൾക്കുന്ന പോലെ തന്നെ അവിടെ എന്താ കൂടുതൽ കാണപ്പെടുന്നത്? ധാരാളം രക്തക്കുഴലുകൾ എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ രക്തപടലത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഐറിസ് ആണ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. അപ്പോൾ ഐറിസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത് കോർണിയയുടെ പിൻഭാഗത്താണ്. ഇതാണ് കോർണിയ, ഇവിടെയാണ് കോർണിയ. അപ്പോൾ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന പിൻഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത്. അപ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. നമ്മുടെ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നത് ആരാണ്? മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ഐറിസിന് എന്ത് നിറം ഉള്ളത്? ഇരുണ്ട നിറം കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് പ്യൂപ്പിളിനെ കുറിച്ചാണ്. പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയും. അപ്പോൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ പ്യൂപ്പിളിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ലെൻസാണ്. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിനുള്ളിലുള്ള ലെൻസ് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായിട്ടാണ് ഈ ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായിട്ടാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്.
അടുത്ത് നമ്മൾ സീലിയറി പേശികളെ കുറിച്ചാണ് പറയുന്നത്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. അപ്പം ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീലിയറി പേശികൾ എന്ന് പറയുന്നത്. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പം ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് ഏത് പേശികളാണ്? സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത്. ദൃഷ്ടിപടലം, നമ്മുടെ കണ്ണിലെ മൂന്നാമത്തെ പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഏത്? ദൃഷ്ടിപടലം. അപ്പോൾ ദൃഷ്ടിപടലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ മൂന്നാമത്തെ പാളി അല്ലെങ്കിൽ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ഇവിടെ എന്താ കാണപ്പെടുന്നത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്, അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. ഇനി നമ്മൾ പറയുന്നത് പീതബിന്ദുവാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. അപ്പം നമ്മൾ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് റെറ്റിനയിലാണെന്ന് പറഞ്ഞു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആ ഭാഗത്തിന് പറയുന്ന പേരാണ് പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കണ്ണിലെ ഒരു പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഏത് ഭാഗത്താണ്? പീതബിന്ദുവിലാണ്. അടുത്ത് നമ്മൾ പറയുന്നു അന്ധബിന്ദു. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. അപ്പോൾ അന്ധബിന്ദു എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന സ്ഥലത്താണ് എന്ത് കാണപ്പെടുന്നത്? അന്ധബിന്ദു കാണപ്പെടുന്നത്. ഇതാ കണ്ടോ, ഇത് ഇവിടെയാണ് നേത്രനാഡി. ഈ നേത്രനാഡി ആരംഭിക്കുന്ന ഇവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? അന്ധബിന്ദു കാണപ്പെടുന്നത്. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ എന്തുണ്ടാവില്ല? കാഴ്ചയില്ല. അപ്പോൾ നമുക്ക് കാഴ്ച ഇല്ലാത്ത ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അപ്പോൾ റെറ്റിനയിൽ കാഴ്ച ഇല്ലാത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയാം? അന്ധബിന്ദുവാണ് കാഴ്ചയില്ലാത്ത ഭാഗം. അതിന് കാരണം എന്താണ്? പ്രകാശഗ്രാഹികൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ കാഴ്ച ഇല്ലാത്തത്. ഇനി നമ്മൾ പറയുന്നത് നേത്രനാഡിയെക്കുറിച്ചാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേത്രനാഡി എന്ന് പറയുന്നത്. അപ്പം നേത്രനാഡിയുടെ പ്രത്യേകത എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേത്രനാഡി. അപ്പം നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത് ഏത് നാഡിയാണ്? ഈ നേത്രനാഡിയാണ്. ഇതാണ് നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളെയൊക്കെ എവിടെ കൊണ്ടുപോകുന്നത്? അവിടെ നിന്നുള്ള ആവേഗങ്ങളെ നമ്മുടെ തലച്ചോറിൻ്റെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കറിയാം എന്താണ്? കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ ജീവകം ഏതാണ്? ജീവകം എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ ജീവകം. അപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഒഫ്താൽമോളജി. കണ്ണിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ ജീവകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ ജീവകം എ ആണ്. ഇനി നമ്മൾ പറയുന്നത് കണ്ണിലെ ദ്രവങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ണിലെ ദ്രവങ്ങൾ. കണ്ണിലെ ദ്രവങ്ങൾ. അക്വസ് ദ്രവം കോർണിയയെയും ലെൻസിനും കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. അപ്പം നമ്മൾ പറഞ്ഞു കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പോലുള്ള ദ്രാവകമാണ്, അല്ലെങ്കിൽ ജലം പോലുള്ള ദ്രാവകമാണ് ഏതെന്ന് പറയുന്നത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പം അക്വസ് ദ്രവം എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം.
ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ അക്വസ് ദ്രവം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് ഇങ്ങോട്ട് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അപ്പോൾ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവമാണ് ഏത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വിട്രിയസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. അപ്പോൾ വിട്രിയസ് ദ്രവം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ. ഇനി അക്വസ് ദ്രവമാണെങ്കിൽ എവിടെയാണ് കാണപ്പെടുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് ദ്രവമെങ്കിൽ നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ദ്രവമാണ്? ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഈ വിട്രിയസ് ദ്രവമാണ്. നമ്മുടെ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് എന്താണ്? അത് നമ്മുടെ ഏത് ദ്രവമാണ്? അക്വസ് ദ്രവമാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കണ്ണിലെ പ്രകാശ ക്രമീകരണം. കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ഐറിസും അതുപോലെ പ്യൂപ്പിളും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഐറിസും പ്യൂപ്പിളും ചേർന്നിട്ടാണ് കണ്ണിലെ പ്രകാശത്തെ ക്രമീകരിക്കുന്നത്, നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താണ്? പ്യൂപ്പിൾ ആ സമയത്ത് വികസിക്കുന്നു. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിൾ വികസിക്കുന്നു. അപ്പം മങ്ങിയ പ്രകാശത്തിൽ എന്ത് ചെയ്യും? റേഡിയൽ പേശികൾ വികസിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്യൂപ്പിൾ വികസിക്കുന്നു. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോഴാണ്, റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്യൂപ്പിള് വികസിക്കുന്നു. റേഡിയൽ പേശികൾ മങ്ങിയ പ്രകാശത്തിൽ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എന്ത് വികസിക്കുന്നത്? പ്യൂപ്പിൾ വികസിക്കുന്നത്. തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ആ സമയത്ത് പ്യൂപ്പിള് ചുരുങ്ങുന്നു. അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങും. അതുപോലെ നമ്മൾ പറഞ്ഞു മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ എന്ത് ചെയ്യുമ്പോൾ സങ്കോചിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? പ്യൂപ്പിള് വികസിക്കുന്നു. ഇനി പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി എന്ത് ചെയ്യുന്നു? നമ്മുടെ ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നതിന് കാരണം എന്താണ്? വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായി കാണാൻ കഴിയുന്നു. വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രതയാണ്. അപ്പോൾ പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത് ആരാണ്? എന്ത് മൂലമാണ്? കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത കൊണ്ടാണ്
നമ്മുടെ പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നത്. കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത കൊണ്ടാണ് പ്രകാശരശ്മികൾ എവിടെ പതിക്കുന്നത്? റെറ്റിനയിൽ പതിക്കുന്നത്. ഇനി നമ്മൾ അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുവിനെയും നോക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അകലെയുള്ള വസ്തുക്കളെയാണ് നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. അപ്പോൾ അടുത്തുള്ളൊരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ എങ്ങനെയാണ്? വിശ്രമാവസ്ഥയിലാകുന്നു. ഇനി അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സ്നായുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? സ്നായുക്കൾ അയയുന്നു. ഇനി അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സ്നായുക്കൾ എന്ത് ചെയ്യുന്നു? വലിയുന്നു. ഇനി അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നു. അപ്പോൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ ലെൻസിൻ്റെ വക്രത കൂടുകയാണ് ചെയ്യുന്നത്. അകലെയുള്ള വസ്തുക്കളെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലെൻസിൻ്റെ വക്രത കുറയും. അടുത്ത് നമ്മൾ പറയുന്നത് ഫോക്കൽ ദൂരം കുറയുന്നു. എപ്പോഴാണ് ഫോക്കൽ ദൂരം കുറയുന്നത്? അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കുറയുന്നു. എന്നാൽ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് കൂടും? ഫോക്കൽ ദൂരം കൂടുന്നു. അപ്പം ഇതാണ് നമ്മുടെ കണ്ണിലെ എന്താണ് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കും. ഇനി അകലെയാണെങ്കിൽ എന്താണ്? സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലായിരിക്കും. അടുത്ത് നോക്കിയാൽ സ്നായുക്കൾ അയയുന്നു. അകലെയാണെങ്കിൽ എന്താണ്? സ്നായുക്കൾ വലിയുന്നു. ഇനി അടുത്ത് നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നു. അകലെയാണെങ്കിൽ ലെൻസിൻ്റെ വക്രത കുറയുന്നു. അതുപോലെ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കുറയുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം എന്ത് ചെയ്യും? കൂടുന്നു. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിന് പറയുന്ന പേരാണ് സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച്, അപ്പം നമ്മുടെ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള നമ്മുടെ കണ്ണിൻ്റെ കഴിവാണ് എന്ത്? സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളുമാണ്. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അപ്പം നമ്മുടെ റെറ്റിനയിൽ 2 തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടായിരിക്കും. അവ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. അപ്പം റോഡ് കോശങ്ങളാണ് എന്ത്? കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. അപ്പം റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ചാവർണ്ണകത്തിന് പറയുന്ന പേരാണ് റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നുണ്ടാകുന്ന കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. അപ്പോൾ റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റോഡ് കോശങ്ങളിൽ ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുണ്ട്. അതുപോലെ വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്ന് ഉണ്ടാകുന്ന കാഴ്ചാവർണ്ണകമാണ് ഇതെന്ന് പറയുന്നത് റോഡോപ്സിൻ എന്ന് പറയുന്നത്. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. അപ്പോൾ റോഡോപ്സിൻ എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള കാഴ്ചാവർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്? റോഡോപ്സിൻ എന്ന് പറയും. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ നമുക്കറിയാം, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ്? കാഴ്ചാവർണ്ണകമാണ് റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകമാണ് ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം ഏതാണ്? ഫോട്ടോപ്സിൻ. ഈ ഫോട്ടോപ്സിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? അയഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകമാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. കോൺ കോശങ്ങളിൽ ഓപ്സിൻ,
അതുപോലെ റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്ന് ഉണ്ടായിരിക്കുന്ന കാഴ്ചാവർണ്ണകമാണ് അയഡോപ്സിൻ. അപ്പോൾ റൊഡോപ്സിൻ നമ്മൾ പറഞ്ഞു റോഡ് കോശങ്ങളിൽ എന്താണ് ഓപ്സിൻ, അതുപോലെ റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നതാണ് റൊഡോപ്സിൻ എന്ന് പറഞ്ഞു. അതുപോലെ കോൺ കോശങ്ങളിലും ഓപ്സിനും റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന കാഴ്ചാവർണ്ണകമാണ് ഏത് അയഡോപ്സിൻ എന്ന് പറയുന്നത്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോൺ കോശങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. അപ്പോൾ നമ്മുടെ കണ്ണിലെ എന്താണ് പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലേത് ഏത് കോശങ്ങളാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോൺ കോശങ്ങളാണ്. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇങ്ങനെ കണ്ണിലെ കോൺ കോശങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോൺ കോശങ്ങൾ എത്ര എണ്ണമുണ്ട്? 3 എണ്ണമാണുള്ളത്. വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്ന റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കോൺ കോശമാണ്. അപ്പോൾ കോൺ കോശമാണ് വർണ്ണക്കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നത്. ഏതാണ്? ആരാണ്? കോൺ കോശങ്ങളാണ് വർണ്ണക്കാഴ്ച സാധ്യമാക്കി തരുന്നത്. കോൺ കോശങ്ങളിലെയും റോഡ് കോശങ്ങളിലെയും ഓപ്സിൻ തന്മാത്രയിലെ വ്യത്യാസം എങ്ങനെയാണ്? കോൺ കോശങ്ങളിലെ ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ കോൺ കോശങ്ങളിലെയും റോഡ് കോശങ്ങളിലെയും ഓപ്സിൻ തന്മാത്രകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺ കോശങ്ങളിലെ ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ കോൺ കോശങ്ങളിൽ എന്താണ് ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യാസമാണെന്നാണ് പറയുന്നത്. ഇവിടെ റൊഡോപ്സിൻ എന്ന് പറയുന്നത് റെറ്റിനാലും ഓപ്സിനും ചേർന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിനും റെറ്റിനാലും ഓപ്സിനും ചേർന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് കാഴ്ച എന്ന അനുഭവത്തെക്കുറിച്ചാണ്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. അപ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ എന്ത് ചെയ്യും? വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. അപ്പോൾ നമ്മുടെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണങ്ങൾ വിഘടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിച്ച് അവിടെ രൂപം കൊള്ളുന്ന ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് നമുക്ക് എന്ത് അനുഭവം ഉണ്ടാകുന്നത്? കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ദ്വിനേത്ര ദർശനത്തെക്കുറിച്ചാണ്. എന്താണ് ദ്വിനേത്ര ദർശനം എന്ന് നോക്കാം. ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ കണ്ണിലും പതിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണിൽ ഒരേ വസ്തുവിൻ്റെ തന്നെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ 2 ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിപ്പിക്കുമ്പോഴാണ് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. അപ്പോൾ 2 ദൃശ്യങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിപ്പിക്കും. അപ്പോഴാണ് നമുക്കെന്ത്? വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. കണ്ണിൻ്റെ ഈ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് ദ്വിനേത്ര ദർശനം. അപ്പോൾ എന്താണ് ദ്വിനേത്ര ദർശനം എന്ന് പറഞ്ഞാൽ ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 2 ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. കണ്ണിൻ്റെ ഈ സവിശേഷതയ്ക്ക് നമ്മൾ എന്തെന്ന് പറയുന്നു? ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. ഇനി നമ്മൾ നേത്ര വൈകല്യങ്ങളും നേത്ര രോഗങ്ങളുമാണ് പറയുന്നത്. അതിലൊന്നാമത്തേതാണ് നിശാന്തത. എന്താണ് നിശാന്തത എന്ന് ചോദിച്ചാൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് നിശാന്തത. അപ്പോൾ നിശാന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അതാണ് നിശാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാലക്കണ്ണെന്ന് പറയും. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ
നമ്മുടെ എന്താണ് വിറ്റാമിൻ എയുടെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിശാന്തത ഉണ്ടാകുന്നത്? റോഡോപ്സിൻ്റെ അളവ്, അതായത് നമ്മുടെ എന്താണ് റെറ്റിനാലിൻ്റെ നമ്മുടെ എന്താണ് റെറ്റിനാലിൻ്റെ അളവ് കുറയുമ്പോൾ റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ആ രോഗാവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? നിശാന്തത എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് സിറോഫ്താൽമിയെക്കുറിച്ചാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ സീറോ എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ 0 എന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. എന്താണ് സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും എന്ത് ചെയ്യുന്നു? വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഈ അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് വർണ്ണാന്ധതയാണ്. വർണ്ണാന്ധത എന്താണെന്ന് നോക്കാം. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. അപ്പോൾ എന്താണ്? ചുവപ്പും അതുപോലെ തന്നെ പച്ചയും നിറങ്ങൾ എന്ത് ചെയ്യത്തില്ല? നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയാണ് വർണ്ണാന്ധത. അത് കോൺകോശങ്ങൾ തകരാറിലാവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കോൺകോശങ്ങളുടെ തകരാറ് മൂലം എന്ത് സംഭവിക്കുന്നു? ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. അടുത്ത നമ്മൾ പറയുന്നത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ്. അക്വസ് ദ്രവം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും ഒക്കെ നൽകുന്നത് ആരാണ്? ഈ അക്വസ് ദ്രവമാണ്. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അപ്പം അക്വസ് ദ്രവം നമ്മൾ പഠിച്ചായിരുന്നു. അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നത് മൂലം റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാകുകയും അതിലൂടെ അന്ധതയിലേക്ക് നയിക്കുന്നതുമായ രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൽ മർദ്ദം കൂടുന്നതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു? നമ്മുടെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ രോഗാവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ പരിഹരിക്കാവുന്ന മാർഗം എന്താണ്? ലേസർ ശസ്ത്രക്രിയയിലൂടെ എന്ത് പരിഹരിക്കാൻ കഴിയും? ഗ്ലോക്കോമ പരിഹരിക്കാൻ കഴിയും. അടുത്ത് നമ്മൾ പറയുന്നത് തിമിരത്തെക്കുറിച്ചാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. അപ്പം നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ത് ചെയ്യുന്നു? അതാര്യമാകുന്നു. അതുമൂലം നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നു? കാഴ്ച നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് തിമിരം. തിമിരം പരിഹരിക്കുന്ന മാർഗം എന്താണ്? ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് തിമിരം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിമിരം പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മതി. അടുത്ത് നമ്മൾ പറയുന്നത് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റൈറ്റിസ് ആണ്. എന്താണ് കൺജങ്ക്റ്റൈവ്? നമ്മുടെ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന ഒരു അണുബാധ, അതാണ് എന്തെന്ന് പറയുന്നത്? ചെങ്കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ കാരണം ഉണ്ടാകുന്ന രോഗാവസ്ഥ, കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. അപ്പോൾ ചെങ്കണ്ണിന് കാരണം എന്തൊക്കെയാണ്? ബാക്ടീരിയയും വൈറസും മൂലം എന്തുണ്ടാകാറുണ്ട്? ഉണ്ടാകാറുണ്ട്. രോഗം പകരുന്നത് പ്രധാനമായും സ്പർശനത്തിലൂടെയാണ്. അപ്പോൾ സമ്പർക്കത്തിലൂടെയാണ് എന്ത് പകരുന്നത്? ചെങ്കണ്ണ് പകരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമാണ്. എന്താണെന്ന് നോക്കാം. സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്? എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ നമ്മുടെ കണ്ണിന് ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ അത് ബാധിക്കുന്നു.
ഈ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന, കണ്ണ് വരളുക, കണ്ണിന് അമിതമായ സമ്മർദ്ദമുണ്ടാകുക, ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? നമ്മുടെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് ചെവിയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ചെവി എന്ന് നോക്കാം. കേൾവിക്ക് സഹായിക്കുന്നതിനൊപ്പം ശരീരതുലന നില പാലിക്കുന്നതിനും സഹായിക്കുന്ന അവയവമാണ് ചെവി എന്ന് പറയുന്നത്. അപ്പോൾ കേൾവി മാത്രമല്ല, നമ്മുടെ ശരീരതുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ചെവി എന്ന് പറയുന്നത്. ചെവിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ആർക്കുള്ളത്? നമ്മുടെ ചെവിക്കുള്ളത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. എന്താണ് ബാഹ്യകർണം എന്ന് പറഞ്ഞാൽ? ബാഹ്യകർണം നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയും. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നതാരാണ്? ചെവിക്കുടയാണ്. അപ്പോൾ ചെവിക്കുടയുടെ ധർമ്മം എന്താണ്? ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. ആര്? ചെവിക്കുട അല്ലെങ്കിൽ പിന്ന. ശബ്ദതരംഗങ്ങളെ എവിടേക്ക് നയിക്കുന്നു? നമ്മുടെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. ഇനി കർണനാളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശബ്ദതരംഗങ്ങളെ കർണപ്പടത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ കർണനാളത്തിൽ വരുന്ന ശബ്ദതരംഗങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു? കർണപ്പടത്തിലേക്ക് നയിക്കുന്നത് ആരാണ്? കർണനാളമാണ്. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പോൾ നമ്മുടെ കർണനാളത്തിൽ എന്താണ്? രോമങ്ങളും കർണമെഴുകുമുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു? പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. നമ്മുടെ ചെവിയിലേക്ക് പൊടിപടലങ്ങളും അതുപോലെ രോഗാണുക്കളും ഒന്നും പ്രവേശിക്കാതെ നോക്കുന്നത് ആരാണ്? നമ്മുടെ കർണനാളത്തിലെ രോമങ്ങളും അതുപോലെ കർണമെഴുകുമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് കർണപ്പടമാണ്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു നേർത്ത സ്തരമാണ് കർണപടം. അപ്പം എന്താണ് കർണപടം? നമ്മുടെ മധ്യകർണത്തെ ആരിൽ നിന്ന് വേർതിരിക്കുന്നു? ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു നേർത്ത സ്തരമാണ് എന്തെന്ന് പറയുന്നത്? കർണപടം എന്ന് പറയുന്നത്. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് ഏത്? കർണപടം. അപ്പോൾ കർണപടം എന്ത് ചെയ്യുന്നു? ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മധ്യകർണത്തെക്കുറിച്ചാണ്. യൂസ്റ്റേഷ്യൻ നാളി. അപ്പോൾ എന്താണ് യൂസ്റ്റേഷ്യൻ നാളി? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നതാണ് യൂസ്റ്റേഷ്യൻ നാളി. അപ്പം മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാളി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? അതാണ് യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി എന്ത് ചെയ്യുന്നു? മധ്യകർണത്തെ ആരുമായി ബന്ധിപ്പിക്കുന്നു? ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതുമാരാണ്? ഈ യൂസ്റ്റേഷ്യൻ നാളിയാണ്. അപ്പോൾ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് മാത്രമല്ല, കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും ആരാണ്? നമ്മുടെ യൂസ്റ്റേഷ്യൻ നാളിയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് അസ്ഥി ശൃംഖലയെക്കുറിച്ചാണ്. കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലെത്തിക്കുന്നതാരാണ്? നമ്മുടെ അസ്ഥി ശൃംഖലകളാണ്. അപ്പോൾ അസ്ഥി ശൃംഖല എന്താ ചെയ്യുന്നത്? കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലെത്തിക്കുന്നതാരാണ്? അത് അസ്ഥി ശൃംഖലയാണ്. മധ്യകർണത്തിലെ പ്രധാനപ്പെട്ട അസ്ഥികളാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അപ്പം നമ്മുടെ മധ്യകർണത്തിൽ എത്ര അസ്ഥികളുണ്ട്? പ്രധാനമായിട്ട് 3 അസ്ഥികളാണുള്ളത്. അതാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഓവൽ വിൻഡോയാണ്. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അപ്പോൾ ഈ ഓവൽ വിൻഡോ എവിടെയാണ്? സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതാരാണ്? ഓവൽ വിൻഡോയാണ്. അപ്പോൾ ഈ ഓവൽ വിൻഡോ എന്ത് ചെയ്യുന്നു? അസ്ഥി ശൃംഖലയിലെ കമ്പനം എവിടോട്ട് വ്യാപിപ്പിക്കും? ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതാരാണ്? ഓവൽ വിൻഡോയാണ്. ഓവൽ വിൻഡോ. അടുത്ത നമ്മൾ ആന്തരകർണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആന്തരകർണം എന്താണ്? ആന്തരകർണം ചെയ്യുന്നത് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ
അറയ്ക്കുള്ളിലാണ്. അപ്പം നമ്മുടെ തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. അസ്ഥി അറകളിൽ എന്തുമുണ്ട്? സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. സ്തര അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഏത്? നമ്മുടെ എൻഡോലിംഫ് ദ്രവം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്തര അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിന് പറയുന്ന പേരെന്താണ്? എൻഡോലിംഫ് ദ്രവം എന്നാണ് പറയുന്നത്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ്. അപ്പോൾ സ്തര അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഏതെന്ന് പറയുന്നത്? എൻഡോലിംഫ് ദ്രവം എന്ന് പറയുന്നത്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ് ദ്രവം. സ്തര അറയ്ക്കുള്ളിലാണെങ്കിൽ എൻഡോലിംഫ്, സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? അത് പെരിലിംഫ് ദ്രവമാണ്. ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ. അപ്പോൾ ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് നമ്മുടെ ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ശരീരതുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ വെസ്റ്റിബ്യൂളും. അപ്പം നമ്മൾ പറഞ്ഞു ആന്തരകർണത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അത് അർദ്ധവൃത്താകാര കുഴലുകൾ, അതുപോലെ വെസ്റ്റിബ്യൂള്, കോക്ലിയ എന്നിവയാണ്. ഇതിൽ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? നമ്മുടെ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുമാണ് തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ. അപ്പം നമുക്ക് കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഏതാണ്? അതാണ് കോക്ലിയ. ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു കുഴലാണ് ഏത്? കോക്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ കോക്ലിയയുടെ പ്രത്യേകത എന്താണ്? ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് ഏത്? കോക്ലിയ എന്ന് പറയുന്നത്. കോക്ലിയയിലെ അറകളുടെ എണ്ണം 3 കോക്ലിയയ്ക്ക് എത്ര അറകളുണ്ട്? 3 അറകളുണ്ട്. കോക്ലിയയിലെ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ഏത് സ്തരത്തിലെ സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്? അതാണ് ബേസിലാർ സ്തരം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബേസിലാർ സ്തരം എന്ത് ചെയ്യുന്നു? കോക്ലിയയിലെ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്തരമാണ് ഈ ബേസിലാർ സ്തരം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ സവിശേഷ രോമകോശങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ബേസിലാർ സ്തരം എന്ന് പറയുന്നത്. ഈ ബേസിലാർ സ്തരം ശബ്ദഗ്രാഹികളായി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെവിടെയാണ്? കോക്ലിയയിലെ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്തരമാണ് ബേസിലാർ സ്തരം എന്ന് പറയുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് ഓർഗൻ ഓഫ് കോർട്ടി എന്നാണ്. അപ്പോൾ ബേസിലാർ സ്തരവും ഈ രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് എന്തെന്നാണ്? അതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ റൗണ്ട് വിൻഡോയെ കുറിച്ചാണ് പറയുന്നത്. കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നതാണ് റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നതാരാണ്? അതാണ് റൗണ്ട് വിൻഡോ. ഇനി കേൾവി സാധ്യമാകുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ബാഹ്യകർണത്തിലൂടെ എന്ത് ചെയ്യുന്നു? എത്തുന്ന ശബ്ദതരംഗങ്ങൾ എവിടെയാണ്? കർണപടത്തെ ചലിപ്പിക്കുന്നു.
കർണപടത്തിൻ്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. അപ്പോൾ കർണപടലത്തിൻ്റെ ചലനം ആരെയാ? അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം ബാഹ്യകർണത്തിലൂടെ എന്തെത്തും? ശബ്ദതരംഗങ്ങൾ എവിടെയാണ്? കർണപടത്തെ ചലിപ്പിക്കുന്നു. ഈ കർണപടത്തിൻ്റെ ചലനം ആരെയാണ്? അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ എന്ത് ചെയ്യുന്നു? ചലിപ്പിക്കുന്നു. അപ്പം നമ്മുടെ അസ്ഥിശൃംഖലയുടെ ചലനം ആരെ ചലിപ്പിക്കുന്നു? ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇത് കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കോക്ലിയയിലെ ദ്രവം എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിച്ച് അവിടെ ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശ്രവണനാഡി വഴി എവിടെ എത്തും? സെറിബ്രത്തിൽ എത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്? കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് നമ്മുടെ ചെവിയും ശരീര തുലന നിലയെക്കുറിച്ചാണ് പറയുന്നത്. ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. ശരീരത്തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. അപ്പം നമ്മുടെ തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നത്. അപ്പം ശരീരത്തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലും ഉള്ള എൻഡോലിംബിൽ ചലനമുണ്ടാക്കും. അപ്പം തലയുടെ ചലനങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംബിൽ എന്ത് ചെയ്യുന്നു? ചലനമുണ്ടാക്കുന്നു. എന്നിട്ടോ ഇവയിലെ ഏതാണ്? ഈ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലിലുമുള്ള രോമകോശങ്ങളെ ചലിപ്പിച്ചുണ്ടാക്കുന്ന ആവേഗങ്ങൾ വെസ്റ്റിബ്യൂലാർ നാഡി വഴി എവിടെ എത്തുന്നു? സെറിബെല്ലത്തിലെത്തുന്നു. നമ്മുടെ വെസ്റ്റിബ്യൂലാർ നാഡി വഴി ഇതെന്ത് ചെയ്യുന്നു? സെറിബെല്ലത്തിലെത്തി ശരീരതുലന നില പാലിക്കുന്നു. നമ്മൾ പറഞ്ഞു ശരീരതുലന നില പാലിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഏതാണ്? അത് സെറിബെല്ലമാണ്. അപ്പോൾ ഈ നമ്മുടെ വെസ്റ്റിബ്യൂളിലും അതുപോലെ അർദ്ധവൃത്താകാര കുഴലിലുമുള്ള എൻഡോലിംബിൽ ചലനമുണ്ടാക്കിയിട്ട് ഈ രോമകോശങ്ങളെ ഇത് ചലിപ്പിച്ച് അങ്ങനെയുള്ള ആവേഗങ്ങൾ എവിടെ എത്തിച്ചേരും? വെസ്റ്റിബുലാർ നാഡി വഴി നമ്മുടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെറിബെല്ലത്തിലെത്തുമ്പോൾ ശരീരതുലന നില പാലിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ശ്രവണ സഹായിയെക്കുറിച്ചാണ്. ശ്രവണ സഹായി. അപ്പോൾ എന്താണ് ശ്രവണ സഹായി എന്ന് നോക്കാം. കേൾവി തകരാർ സംഭവിച്ചവർക്ക് പരിഹരിക്കുന്നതിനായി ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. അപ്പോൾ ഇത് പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ശ്രവണ സഹായി? നമ്മുടെ കേൾവിയൊക്കെ കുറവുള്ളവർക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ ചെവിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ചെവിയുടെ പിന്നിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ശ്രവണ സഹായി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നാക്കിനെ കുറിച്ചാണ്. നമ്മുടെ നാവ് വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് രസഗ്രാഹികൾ. അപ്പം നമ്മുടെ വായ്ക്കുള്ളിലും അതുപോലെ നാക്കിലുമുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ ഏതാണ്? അതാണ് രസഗ്രാഹികൾ എന്ന് പറയുന്നത്. രസഗ്രാഹികൾ കൂടുതലായും ഉള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. അപ്പം നമ്മുടെ നാക്കിൻ്റെ ഉപരിതലത്തിലാണ് എന്ത് കൂടുതൽ കാണപ്പെടുന്നത്? രസഗ്രാഹികൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് പാപ്പിലകളെ കുറിച്ചാണ്. അപ്പം എന്താണ് പാപ്പിലകൾ? പാപ്പിലകൾ എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെയാണ് പാപ്പിലകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം അതാണ് പാപ്പിലകൾ എന്ന് പറയുന്നത്. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. അപ്പോൾ സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ പാപ്പിലകളിലാണ് സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത്. മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദുമുകുളങ്ങളാണ് നിലവിലുള്ളത്. അപ്പം നിലവിൽ നമുക്കുള്ള സ്വാദുമുകുളങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ സ്വാദുകളാണുള്ളതെന്ന് ചോദിച്ചാൽ മധുരമുണ്ട്, ഉപ്പുണ്ട്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയവയാണ് നിലവിലുള്ള സ്വാദുമുകുളങ്ങളെന്ന് പറയുന്നത്.
രുചി അനുഭവം തിരിച്ചറിയാൻ കാരണം എന്താണ്? ഓരോ സ്വാദുമുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രസഗ്രാഹികളുണ്ട്. രുചിക്ക് കാരണമാവുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രുചിക്ക് കാരണമായ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉമിനീരിൽ ലയിച്ചിട്ട് അത് രാസഗ്രാഹികളെ എന്ത് ചെയ്യുന്നു? ഉദ്ദീപിപ്പിക്കുകയും അവിടെ ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ട നാഡികളിലൂടെ എവിടെ എത്തും? മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവം നമുക്ക് സാധ്യമാക്കി തരികയും ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രുചി അറിയാൻ കഴിയുന്നത്. ഇനി അടുത്തൊന്ന് നമ്മൾ പറയുന്നത് ഉമാമിയെക്കുറിച്ചാണ്. എന്താണ് ഉമാമി എന്ന് പറഞ്ഞാൽ? ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്ന അർത്ഥം വരുന്ന പദമാണ് ഏത്? ഉമാമി. അപ്പോൾ ഉമാമി എന്ന് പറയുന്നത് ജാപ്പനീസ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ഉമാമി എന്ന വാക്കിനർത്ഥം. ഉമാമി രുചി തരുന്ന ഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉമാമി രുചി തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ് എന്നിവയ്ക്ക് എന്ത് രുചിയാണ്? ഉമാമി രുചിയാണുള്ളത്. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഉമാമി രുചിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്നോ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നോ ഒക്കെ ചോദിക്കാം. അപ്പം എന്താണ്? പാല്, അതുപോലെ മാംസം, കടൽ വിഭവങ്ങൾ, കൂണ് ഇതൊക്കെ എന്താണ്? ഉമാമി രുചി നൽകുന്ന വസ്തുക്കളാണ്. ഇനി ഒലിയോഗസ്റ്റസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒലിയോഗസ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറാമതായി കണ്ടെത്തിയ പുതിയൊരു രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ആറാമതായി കണ്ടെത്തിയ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ്? ഉപ്പുണ്ട്, കയ്പുണ്ട്, മധുരമുണ്ട്, അതുപോലെ എന്താണ്? ഉമാമിയുണ്ട്, പുളിയുണ്ട്. അതുപോലെ ആറാമത് കണ്ടെത്തിയ ഒരു രുചിയാണ് ഏതെന്ന് പറയുന്നത്? ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. അപ്പോൾ ഒലീവ് എണ്ണയൊക്കെ കൊഴുപ്പെന്ന് ആലോചിച്ചാൽ മതി, ഒലിയോഗസ്റ്റസ്. അപ്പോൾ കൊഴുപ്പിൻ്റെ രുചിയാണ് ഏത്? ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് മൂക്കിനെ കുറിച്ചാണ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? വായുവിൽ കലരുന്ന ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം നമുക്കറിയാം, നമുക്ക് ആ ഗന്ധമൊക്കെ കിട്ടുന്നത് വായുവിൽ നിന്നാണ്. ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. അപ്പോൾ ഈ വായുവിൽ കലരുന്ന ഗന്ധകണികൾ എവിടെ പ്രവേശിക്കും? നമ്മുടെ മൂക്കിൽ പ്രവേശിക്കും. അത് ഈ ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഗന്ധഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു. ഇനി ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ ഗന്ധനാഡി വഴി സെറിബ്രത്തിലെത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവ ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ആവേഗങ്ങൾ ഏതുവഴി? ഗന്ധനാഡി വഴി എവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു? സെറിബ്രത്തിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് അനുഭവം ഉണ്ടാകുന്നത്? ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ത്വക്കിനെ കുറിച്ചാണ്. ത്വക്കിലെ ഗ്രാഹികളാണ് സ്പർശഗ്രാഹി, മർദ്ദഗ്രാഹി, ചൂടുഗ്രാഹി, വേദനഗ്രാഹി, തണുപ്പ് ഗ്രാഹി. അപ്പോൾ നമ്മുടെ ത്വക്കിൽ ഏതൊക്കെ ഗ്രാഹികളുണ്ട്? എത്ര ഗ്രാഹികളുണ്ട്? സ്പർശഗ്രാഹികളുണ്ട്, മർദ്ദഗ്രാഹികളുണ്ട്, ചൂടുഗ്രാഹികളുണ്ട്, വേദനഗ്രാഹികളുണ്ട്, തണുപ്പ് ഗ്രാഹികളുണ്ട്. അപ്പോൾ സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന ഇതൊക്കെ എവിടെയുള്ളതാണ്? നമ്മുടെ ത്വക്കിലുള്ള ഗ്രാഹികളാണ്. ഇനി ജീവികളും അവയുടെ ഗ്രാഹികളെയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഐസ് പോട്ട് എന്താണ്? പ്രകാശം തിരിച്ചറിയാൻ ഉള്ളതാണ് ഐസ് പോട്ട് എന്ന് പറയുന്നത്. പ്രകാശം തിരിച്ചറിയാനായിട്ട് പ്ലനേറിയലുള്ള ഒരു എന്താണ്? ഗ്രാഹിയാണ് എന്തെന്ന് പറയുന്നത്? ഐസ് പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഐസ് പോട്ട് എന്ന് പറയുന്നത് ആരുടേതിലാണ്? പ്ലനേറിയയിൽ എന്താണ്? പ്രകാശം തിരിച്ചറിയാൻ ഉള്ള ഒരു ഗ്രാഹിയാണ് ഐസ് പോട്ട് എന്ന് പറയുന്നത്. ഇനി പാർശ്വവര ഇവിടെ തന്നിട്ടുണ്ട്. പാർശ്വവര എന്ന് പറയുന്നത് ഇതാണ് പാർശ്വവര. ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട്. ഇത് ആർക്കുള്ളതാണ് പാർശ്വവര? സ്രാവിൻ്റെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ അതിന് തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട്. അപ്പോൾ പാർശ്വവര എന്ന് പറയുന്നത് സ്രാവിൻ്റെ
എന്താണ് ഗ്രാഹികളാണ്. സ്രാവിനെ എന്താണ് തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളാണ് ഇതെന്ന് പറയുന്നത് പാർശ്വവര എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഒമാറ്റീഡിയ. എന്താണ് ഒമാറ്റീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഈച്ചയിലുള്ള ഗ്രാഹികളെയാണ് ഒമാറ്റീഡിയ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് ചെറു കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒമാറ്റീഡിയ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ചെറു കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നതാണ് ഒമാറ്റീഡിയ. ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂട്ടിച്ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഷഡ്പദങ്ങളുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഒമാറ്റീഡിയ എന്ന് പറയുന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂട്ടിച്ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ജേക്കബ്സൺ ഓർഗൻസ് ആണ്. ജേക്കബ്സൺസ് ഓർഗനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വളരെ കൂടുതൽ പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ് ജേക്കബ്സൺ ഓർഗനെ കുറിച്ച്. പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തുന്നു. അപ്പോൾ ഈ പാമ്പിൻ്റെ നാക്കിലാണ് എന്ത് ഉള്ളത്? ഗന്ധകണികകൾ ഉള്ളത്. ഇത് വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കും. അങ്ങനെയാണ് പാമ്പിന് എന്തറിയാൻ പറ്റുന്നത്? ഗന്ധം അറിയാൻ പറ്റുന്നത്. അപ്പോൾ പാമ്പിൻ്റെ ഗന്ധം അറിയാൻ കഴിവുള്ള ഗന്ധഗ്രാഹികളെയാണ് എന്തെന്ന് പറയുന്നത്? ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.